ഹായ്, വെൽക്കം ടു സ്പോർട്സ് വ്യൂ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ക്ലബ്ബ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു അധപ്പതനത്തിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനാണ്. അതായത് ഡിഫൻസിൽ വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലാപ്സുകളെ കുറിച്ച്, തുടർ പരാജയങ്ങൾ, ഒരു മത്സരം വിജയിക്കണമെങ്കിൽ നമുക്ക് മികച്ച മുന്നേറ്റം നിരണ്ടായാലും മാത്രം മതി. സ്ട്രൈക്കർമാർ പെർഫെക്റ്റ് ആയാൽ മതി, നമുക്ക് മത്സരങ്ങൾ വിജയിക്കാം. പക്ഷേ ഒരു ടൂർണമെൻറ്റ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡിഫൻസ് വേണം, ലാപ്സ് ഇല്ലാത്ത ഡിഫൻസ് വേണം. മിഗേൽ സ്റ്റാറേൻ്റെ പല ടാക്റ്റിക്സുകളും പല മത്സരങ്ങളും പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അദ്ദേഹം തുടർന്നുകൊണ്ടേ നിൽക്കുകയാണ്. തൻ്റെ ഭാഗത്തു നിന്ന് പിഴവുകൾ തിരുത്താൻ സ്റ്റാറെ ഒരിക്കലും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ക്വാളിറ്റി ആയിട്ടുള്ള വിദേശ കളിക്കാർ തന്നെയാണ് എല്ലാവരും. അതായത് ജിമിനസിൻ്റെ കാര്യം എടുത്താലും ലൂണ ആയിക്കോട്ടെ, പെപ്രെ ആയിക്കോട്ടെ, കൊയ്ഫ് ആയിക്കോട്ടെ, മിലോസ് ആയിക്കോട്ടെ, എല്ലാം ഇൻഡിവിജ്വലി മോശമില്ലാത്ത എല്ലാ കളിക്കാർ തന്നെയാണ്. പക്ഷേ കോച്ചിൻ്റെ ടാക്റ്റിക്സുമായിട്ട് ഇഴകി ചേർന്ന് പോകാൻ പല കളിക്കാർക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ച് മിലോസിനെ പോലുള്ള പ്ലെയർക്ക്. മിലോസ് ഒരിക്കലും ഒരു ഹൈ ലൈൻ ഡിഫൻസ് കളിക്കാൻ പറ്റിയ പ്ലെയറൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ മിലോസിനെ കണ്ടതാണ്. ലെസ്കോവിച്ച് പോലെ ബോൾ കൺട്രോളുള്ളൊരു CB ഒന്നുമല്ല. ഒരു സ്റ്റോപ്പർ ബാക്ക് പൊസിഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മിലോസിനെ പ്ലേ ചെയ്യാം. അല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മൾ മിലോസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു ബോൾ ക്യാരിങ് CBO അതൊന്നും അല്ല മിലോസ്. കാരണം മിലോസിൻ്റെ ബോൾ ക്യാരി ചെയ്ത് പോണ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിന് ഒരു കൺട്രോളില്ലാത്ത പോലെയാണ്. അതുപോലെ തന്നെയാണ് ഹോർമിപ്പാമും. ഒരു ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ, സ്റ്റോപ്പറൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു പ്ലെയർ. അല്ലാതെ അതിലുപരി ഒന്നും നമ്മൾ ഹോർമിപ്പാമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് CBകൾ വെച്ച് ഹൈലൈൻ ഡിഫൻസ് കളിക്കുന്നത് ആത്മഹത്യാപരം തന്നെയാണ്. അതും ബംഗളൂരു FC, ഗോവ പോലുള്ള മികച്ച ടൂർണമെൻറ്റിലെ മികച്ച ടീമുകളേക്ക്. അടുത്ത മത്സരം മോഹൻ ബഗാനായിട്ട് വരാനുണ്ട്. ഇത്തരത്തിലുള്ള ടീമുകൾക്കെതിരെ ഹൈലൈൻ ഡിഫൻസ് കളിക്കുമ്പോൾ കൗണ്ടർ അറ്റാക്കുകളെ നേരിടാൻ പലപ്പോഴും ഡിഫൻസിന് സാധിക്കണില്ല. വിങ് ബാക്ക് കളിക്കുന്ന നവോച്ചി ആയിക്കോട്ടെ, സന്ദീപ് ആയിക്കോട്ടെ, എപ്പോഴും പ്രോപ്പറായിട്ട് അവരുടെ പൊസിഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യില്ല. കാരണം ഹൈലൈൻ ഡിഫൻസ് കളിക്കുമ്പോൾ അവർ ഓവർലാപ്പ് ചെയ്ത് പോയി അവർക്ക് റിട്ടേൺ അവരുടെ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. അപ്പോൾ പലപ്പോഴും ഫ്രെഡിയോ വിപിനോ ഒക്കെയാണ് ആ പൊസിഷനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൗണ്ടർ അറ്റാക്കുകളിൽ. അത് അവർക്കൊരു ഓവർലോഡാണ്. ആ വർക്ക് ലോഡ് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവിടെ അത് എതിരാളികൾ ഡി ബോക്സിലേക്ക് കയറ്റിയാണ് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. പലപ്പോഴും അവിടെ 1-on-1 സിറ്റുവേഷനുകളിൽ നമ്മൾ ഡിഫൻസ് അല്ല ഓൺ ചെയ്യുന്നത്, അവിടെ വിൻ ചെയ്യുന്നത് സ്ട്രൈക്കർമാരാണ്, ഓപ്പോസിറ്റ് ടീമിലെ സ്ട്രൈക്കർമാരാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഡി ബോക്സിൽ എപ്പോഴും വിൻ ചെയ്യേണ്ടത് നമ്മുടെ CBകളാണ്, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്മാരാണ്. അത് പല മത്സരങ്ങളിലും ഉണ്ടാവുന്നതില്ല. പേഴ്സണലി മിലോസ് എന്ന കളിക്കാരൻ്റെ ഇൻഡിവിജ്വലി നമുക്ക് ആ കളിക്കാരനെ വിലയിരുത്തുകയാണെങ്കിൽ, ഓരോ കളിക്കാരും നമ്മൾ ഇൻഡിവിജ്വലി കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, മിലോസ് ഈ സീസണിൽ ഫ്ലോപ്പാണ്, അട്ടർ ഫ്ലോപ്പാണ് എന്ന് പറയാം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും അദ്ദേഹം കളിക്കുന്നില്ല. അതിലെ അതായത് മത്സരപരിചയമൊന്നും അദ്ദേഹത്തിന് ഇല്ല, ശരിയാണ്. എന്നാലും നമ്മൾ ലെസ്കോവിച്ച് പോയ ഗ്യാപ്പിലേക്കാണ് നമ്മൾ മിലോസിനെ നമ്മൾ കാണുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണില്ല. ഇനി കൊയ്ഫിൻ്റെ കാര്യം വരികയാണെങ്കിൽ, കൊയ്ഫ് ഡിഫൻസീവിൽ സെറ്റായി വന്നപ്പോഴാണ് നമ്മൾ മിലോസിന് പകരം അദ്ദേഹത്തെ CBയിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. കൊയ്ഫിന് തൻ്റെ ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായിട്ട് നിർവഹിക്കാൻ സാധിക്കണില്ല. മറ്റൊരു പ്ലെയറാണ് സന്ദീപിനെ കുറിച്ച് നമുക്ക് എപ്പോൾ സംസാരിച്ചാലും ഇട്ടാവും. കാരണം ഒഫൻസ് കളിക്കുമ്പോൾ അദ്ദേഹം ബെറ്റർ അല്ലെങ്കിൽ മോശമില്ലാത്ത രീതിയിൽ ഫിസിക്കലിയൊക്കെ പന്ത് ബോൾ ബോൺ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അറ്റാക്കിംഗ് സോണിലേക്ക് വരുമ്പോൾ സന്ദീപ് ഭയങ്കര ഫ്ലോപ്പാണ്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഹൈ ക്രോസുകൾ കൊടുക്കേണ്ടടുത്ത് ലോ ക്രോസുകൾ കൊടുക്കും. ഗ്രൗണ്ട് ബോൾ കൊടുക്കേണ്ടടുത്ത് ഹൈ ബോളുകൾ കൊടുത്ത് അടിച്ച് പുറത്തേക്ക് കളയും. സ്ട്രൈക്കർ സോണിൽ കളിക്കണം ജിമിനസിൻ്റെ ആയിക്കോട്ടെ, നോഹയുടെ ആയിക്കോട്ടെ, ലൂണയുടെ ആയിക്കോട്ടെ, കോൺഫിഡൻസിൻ്റെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ക്രോസുകൾ നൽകുക. ഇറിറ്റേറ്റ് ആവും ഏത് പ്ലെയർ ആയാലും അത്തരത്തിലുള്ള ക്രോസുകൾ വരുമ്പോൾ. അപ്പോൾ സന്ദീപ് കളിക്കുന്ന പൊസിഷനിൽ ഐവാനുണ്ട്, പ്രബീർ ദാസ് ഉണ്ട്. അതായത് പ്രോപ്പറായിട്ട് പൊസിഷൻ കളിച്ചിരുന്ന ആൾക്കാരുണ്ട് നമുക്ക്. ഐവാനില്ലെങ്കിലും, ഐവാൻ നമുക്ക് നവോച്ചിൻ്റെ പൊസിഷൻ ആയിരുന്നെങ്കിലും ഐവാൻ കളിക്കും ഈ പൊസിഷന് മോശമില്ലാത്ത രീതിയിൽ ഓവർലാപ്പ് ചെയ്യാൻ പറ്റിയ പ്ലെയറാണ്. അപ്പോൾ പ്രബീർ ദാസ് തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ ഐവാൻ തിരിച്ചു വന്നാൽ സന്ദീപിനെ പിൻവലിക്കാവുന്നതേ ഉള്ളൂ. അതിന് കോച്ചിൻ്റെ സ്റ്റാറ്റിക്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം സന്ദീപിനെ നിലനിർത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊരു കളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ സച്ചിനെ കുറിച്ചാണ് പറയാനുള്ളത്. പരിക്കിന് ശേഷമുള്ള സച്ചിന്
ഒരുപാട് മാറ്റങ്ങൾ സച്ചിനിൽ വന്നിട്ടുണ്ട്. അതായത് കോൺഫിഡൻസ് ഇല്ലായ്മ, ഫസ്റ്റ് ഗ്രിപ്പിൽ ബോൾ കയ്യിലൊതുങ്ങാതിരിക്കുക, എന്തൊക്കെ നമുക്ക് പഴയ സച്ചിനെ നമുക്ക് ആ സച്ചിനിൽ കാണാൻ കഴിയണില്ല. ഇപ്പോൾ ഛേത്രി അടിച്ച 3ാമത്തെ ഗോളൊക്കെ ഫസ്റ്റ് പോസ്റ്റിനെ ചാരിയാണ് പോസ്റ്റിലേക്ക് കയറി പോകുന്നത്. അതായത് ഗോളാവാവുന്ന ഷോട്ട് തന്നെയാണ്, പക്ഷേ സച്ചിനെ പോലുള്ളൊരു കീപ്പർ അത് തടുക്കാൻ പറ്റിയ ഷോട്ടുമായിരുന്നു തന്നെ നമുക്ക് പറയാം. സച്ചിൻ അവിടെ പരാജയപ്പെടുകയാണ് ഛേത്രിയുടെ മുമ്പിൽ 3 തവണ. പരിക്കിന് ശേഷമുള്ള സച്ചിന് പൂർണ്ണ ഫിറ്റല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നവോച്ചയുടെ കാര്യത്തിലേക്ക് വന്നാലും, നവോച്ച തന്നിൽ ഏൽപ്പിച്ച ദൗത്യം നവോച്ച ചെയ്യുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, നല്ല ക്രോസുകൾ, മോശമില്ലാത്ത ക്രോസുകൾ നൽകുന്നുണ്ട്. ഡിഫൻസിലേക്ക് വരുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പൊസിഷനിലില്ല, കാരണം അദ്ദേഹം ഓവർലാപ്പ് ചെയ്ത് പോയി റിട്ടേൺ വരുമ്പോഴേക്ക് ഇവിടെ കൗണ്ടർ നടക്കുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനോട് അങ്ങനെ കൺസീഡ് ചെയ്ത് നവോച്ചയുടെ പൊസിഷനിൽ നവോച്ച ഇല്ല. ഫ്രെഡിയോ പോലുള്ള ആരെങ്കിലും ഓവർലോഡ് എടുക്കേണ്ടി വരും. എന്നാലും അവിടെ 1-1 സിറ്റുവേഷനിൽ അവർക്ക് വോൺ ചെയ്യാൻ കഴിയുന്നില്ല. എതിരാളിയുടെ വിങ്ങർമാർ വോൺ ചെയ്ത് ക്രോസുകൾ നൽകി ഛേത്രി ഗോൾ അടിച്ചതുപോലെ ഗോളുകൾ വരികയാണ്. ഇത്തരത്തിലാണ് മത്സരങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ നോഹ സദോയുടെ കാര്യം നമുക്ക് പറയാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നോഹ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതിനോടൊക്കെയുള്ള മത്സരങ്ങൾ വെച്ച് നോക്കിയാൽ നോഹയിൽ നിന്ന് നമുക്ക് അസിസ്റ്റുകളും ഗോളുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു ടീം മാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം എത്രത്തോളം ടീമിന് വേണ്ടി കളിക്കേണ്ടതെന്ന് നമുക്ക് പറയാം. അതായത് പല സിറ്റുവേഷനുകളിലും ഇൻഡിവിജ്വലായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. ഗെയിൻ്റെ ഉള്ളിൽ ലൂണ ഉണ്ടെങ്കിലും പാസ് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഫസ്റ്റ് പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഷോട്ടുകൾ അടിക്കുകയാണ്. അതായത് ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഷോട്ടുകൾ ഉതിർത്ത് അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഫസ്റ്റ് പോസ്റ്റിലേക്ക് അടിച്ച ഗോൾ കിട്ടില്ല. അവിടെ കീപ്പർ ആ പൊസിഷനിലുണ്ട്. അപ്പോൾ അദ്ദേഹം പാസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. പല സിറ്റുവേഷനുകളിലും നോഹ പാസ് ചെയ്യാൻ ശ്രമിക്കണില്ല, ഇൻഡിവിജ്വലി സ്കോർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതും ഔട്ട് ഓഫ് ദ ബോക്സ് അടിച്ച് പുറത്ത് കളിയാണ്. പാസ് ചെയ്യാൻ പല മൊമെൻറ്റ്സിലും നോഹയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്. ഇതൊരു ടീം എന്ന നിലയിൽ വരുമ്പോൾ ടീം ഫ്ലോപ്പായി മാറുകയാണ്. അപ്പോൾ മിഗാൽ സ്റ്റീയറെ തൻ്റെ തെറ്റുകൾ തിരുത്താൻ ഇനിയും ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കുക എന്നതിൽ മാത്രമല്ല, ടീമിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും. ഇതിനോടെ തന്നെ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്തൊരു ടീമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ തിരുത്താൻ ഇനിയും ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ പരാജയങ്ങളെയാണ് ഇനി നമ്മളെ കാത്തിരിക്കാൻ പോകുന്നത്.